പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ടീച്ചർ പറഞ്ഞു തന്നൊരു കഥ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇപ്പോഴും അതിങ്ങനെ പല സിറ്റുവേഷൻസും കാണുമ്പോൾ ആ കഥ ഇങ്ങനെ വീണ്ടും വീണ്ടും മൈൻഡിലോട്ട് വരും. സംഭവം ഇത്രയേ ഉള്ളൂ. ഒരാൾ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഡോക്ടർ അയാളോട് ഇരിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ അയാളോട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത് അയാൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. എന്തോ കുറേ വർഷങ്ങളായിട്ട് എന്താണ് സന്തോഷം എന്നുള്ളത് തന്നെ അയാൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാളോട് ഡോക്ടർ പല കാര്യങ്ങളും ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നോക്കൂ, നിങ്ങളുടെ പാഷൻ എന്താണ് അത് ഫോളോ ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ് ചെയ്തു നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ അതൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഒന്നും ശരിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അയാളോട് പറഞ്ഞു പിന്നെ കുറേ മൂവീസ് സജസ്റ്റ് ചെയ്തു. പണ്ടത്തെ ചാർലി ചാപ്ലിൻ്റെ മൂവിയോ അല്ലെങ്കിൽ അതേപോലത്തെ കുറേ ഫണ്ണായിട്ടുള്ള എലമെൻറ്റ്സ് ഉള്ള കുറേ മൂവീസ് പറഞ്ഞു. ആ മൂവീസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ ചിലപ്പോൾ എന്തായാലും റെഡി ആകും എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു അതൊക്കെ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയതാണ്, ഒരുപാട് മൂവീസ് പല തവണ കണ്ടു നോക്കിയതാണ്, അതുകൊണ്ടൊന്നും ഒരു കാര്യം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർക്ക് എന്തായാലും ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണം അല്ലേ. ഇയാൾ കൺസൾട്ടേഷൻ ഫീ ഒക്കെ വാങ്ങിച്ച് വന്നിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഫൈനലി ഡോക്ടർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ട് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു. ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഒന്ന് തൽക്കാലം ഇയാളെ പറഞ്ഞു വിടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇയാൾ പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു ഇല്ല ഡോക്ടറെ അതൊന്നും വർക്കാവുന്നില്ല, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കി, പക്ഷെ അതൊന്നും ശരിയാകുന്നില്ല, ഹാപ്പിനെസ് എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നിങ്ങളെ കുറിച്ചാണ് ആലോചിക്കുന്നത്, അതിനൊരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫാമിലിയായിട്ട് ഒരു ടൗണിലൊരു പുതിയൊരു സർക്കസ് ടീം വന്നിട്ടുണ്ട്. അവരുടെ ഷോ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ജോക്കർ ഉണ്ട്. ആ ജോക്കറുടെ പെർഫോമൻസ് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അടിപൊളിയാണ്. അവിടെയുള്ള ഓഡിയൻസ് കംപ്ലീറ്റ് ആളുകളും ചിരിക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് ആ സർക്കസിൻ്റെ ആ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടിക്കറ്റ് എടുത്തിട്ട് അതൊന്ന് കണ്ടു നോക്കൂ, അതെന്തായാലും വർക്കൗട്ട് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞത് ഡോക്ടർ ഭയങ്കരമായിട്ട് ഷോക്ക് ചെയ്യിപ്പിച്ചു. ഇയാൾ പറഞ്ഞത് സാറ് കഴിഞ്ഞ ദിവസം വന്ന് കണ്ട ആ ഷോയിലെ ജോക്കർ ഞാനാണ് എന്നാണ് പറഞ്ഞത്. അതായത് അവിടെയുള്ള കംപ്ലീറ്റ് ഓഡിയൻസിനെയും ചിരിപ്പിക്കുന്ന, എല്ലാവരെയും ഹാപ്പി ആക്കുന്ന, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചേഷ്ടകളും കാണിക്കുന്ന ആളാണ്. ഹാപ്പിനെസ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ സന്തോഷിച്ചുള്ള ഒരു ദിവസം പോലും കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡോക്ടറുടെ മുന്നിലിരിക്കുന്നത്. ഡോക്ടർ ശരിക്കും ഷോക്കായി പോയി. ഇനിയിപ്പോൾ എന്താ ഇയാളോട് പറയുക എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് ഡോക്ടർക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഡോക്ടർ ഇയാളോട് പറഞ്ഞത് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ, ഒരാളുടെ പുറത്ത് നമ്മൾ നോക്കി കാണുമ്പോൾ അയാൾ ഭയങ്കര ഹാപ്പി ആണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. അയാൾ എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടാവും, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, ജീവിതത്തിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ അവർ പുറത്തോട്ട് എക്സ്പോസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഇൻറ്റേർണലി അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഡീൽ ചെയ്യുന്നുണ്ടാവാം, ഒരുപാട് സംഘർഷങ്ങൾ അവരുടെ ലൈഫിലുണ്ടാവാം. പക്ഷേ പുറത്തോട്ട് നോക്കുമ്പോൾ ഹാപ്പിനെസ് ഫീൽ ചെയ്യാം. ഈ ഒരു ജോക്കർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ലൈഫിൽ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അയാൾ പുറത്തോട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ ആളുകളെയും ഹാപ്പി ആക്കുന്നുണ്ട്. ഡോക്ടർ ഇയാളോട് പറഞ്ഞ കാര്യം ഇത്രയാണ്, ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ വേറെ ഒരാൾക്കും കഴിയില്ല, അത് നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന്. കാരണം ഇത്രയും ആളുകളെ ഹാപ്പി ആക്കുന്ന ഇയാൾക്ക് അറിയാം എങ്ങനെ ചെയ്തേക്കാണ് ആളുകൾ ഹാപ്പി ആവുക എന്നുള്ളത്. അപ്പോൾ അയാളോട് എന്തായാലും ഇനി ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അയാളുടെ സ്വന്തം ഹാപ്പിനെസ് കണ്ടുപിടിക്കേണ്ടത് ആരാണ്, അയാൾ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ നമുക്ക് ഇതിനെ ഒരുപാട് സിറ്റുവേഷൻസിൽ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അതുവരെ നമ്മൾ വിചാരിച്ചിരുന്നത് അയാൾ ലൈഫിൽ ഭയങ്കര ഹാപ്പിയാണെന്നാണ്. പക്ഷെ അയാളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോഴാണ് ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസായിട്ട് അയാളും എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ തന്നെ ലൈഫ് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ പുറത്തോട്ട് പറയണോ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളെ അറിയിക്കണ്ടേ എന്നുള്ളത് അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ എത്രമാത്രം ഹാപ്പി ആയിട്ടുള്ളൊരു ഫേസാണ് പുറത്തോട്ട് കാണിക്കുന്നത് എന്നുള്ളത് ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്യാതിരിക്കുക, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഉള്ളിൽ ഡീൽ ചെയ്യുക. അല്ലെങ്കിൽ അതിന് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ, നമ്മുടെ പാരൻസ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ക്ലോസ് ആയിട്ടുള്ള ആളുകളെ യൂസ് ചെയ്തുകൊണ്ട്
കൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ഈ പല സിറ്റുവേഷൻസ് കാണുമ്പോൾ ഈ സ്റ്റോറിയും ഈ പോയിന്റ്സൊക്കെ എപ്പോഴും റിലേറ്റ് ചെയ്യാൻ തോന്നാറുണ്ട്. ഇനിയിപ്പോൾ സ്റ്റുഡൻസിനോടും പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരുപാട് പ്രഷർ വരുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ, എക്സാമുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ചില സമയത്ത് ക്ലാസ്സിൽ നമ്മളിപ്പോൾ റാങ്കിൽ കുറച്ച് പുറകോട്ടാവുന്ന സമയമായിക്കോട്ടെ, എൻട്രൻസ് എക്സാമുകൾ കഴിയുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് റിപ്പീറ്റ് കഴിയുന്ന ആളുകളാണെങ്കിൽ ഒരുപാട് സ്ട്രെസ് അവർ ഫീൽ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, അൾട്ടിമേറ്റ്ലി നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ ഒരു കീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്, നമ്മൾ തന്നെയാണ് അത് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എപ്പോഴും അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക, അതിനുള്ള ഓരോരോ സൊല്യൂഷൻസ് നമ്മൾ തന്നെ വർക്കൗട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. അതിന് ഹെൽപ്പ് ചോദിക്കേണ്ടത് നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, നിങ്ങളുടെ പാരൻസ്, ഇവരായിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. താങ്ക് യു.